അപ്പോൾ നമ്മുടെ ഇന്നത്തെ റൂട്ടെന്ന് പറയുന്നത് നമ്മളിവിടുന്ന് നേരെ ഗ്യാപ്പ് റോഡ് പോകും. ഗ്യാപ്പ് റോഡിൽ നിന്ന് നേരെ ചിന്നക്കനാൽ വഴി കുട്ടിക്കാനം കയറി നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകും. അതാണ് ഇന്നത്തെ റൂട്ട് മാപ്പ്. അപ്പോൾ ഇന്ന് പോകുന്ന വഴിക്ക് നമുക്ക് ചതുരംഗപ്പാറ എന്ന് പറയുന്ന സ്ഥലമുണ്ട് കേട്ടോ. പറ്റുമെങ്കിൽ അവിടെയും കൂടെ ഒന്ന് കയറണം. രാവിലെ ഫുഡ് കഴിക്കണം, നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഇന്ന് സൺഡേ ആണ് കേട്ടോ. ഇവിടെ അധികം കടകളൊന്നും ഞായറാഴ്ച തുറക്കത്തില്ലെന്നാണ് ഇന്നലെ നമ്മൾ കണ്ട ചേട്ടനെങ്കിൽ പുള്ളിക്കാരൻ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ റെഡിയായി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അവിടെ ഇറങ്ങാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പം ഉടനെ വീണ്ടും കാണാം. അതെ, അങ്ങനെ ബാഗും കാര്യങ്ങളൊക്കെ കെട്ടി വെച്ചു. ഇനി നമുക്ക് ഈ ഹോട്ടലിൽ തന്നെ ഫുഡ് കഴിച്ചിട്ട് പോകാം എന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് പിന്നെ വേറെ നിർത്തണ്ടല്ലോ. 20 minutes later. ഫുഡ് കണ്ടതിൻ്റെ ആക്രാന്തത്തിൽ എൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ. എല്ലാം കൂടെ 750 രൂപയായി. സമയം ഇപ്പോൾ 8:30 8:30. നമ്മുടെ ആ എയർ ഡൈനിങ് ആണ് കേട്ടോ കാണുന്നത്. ഇപ്പോൾ താഴെ ഇറക്കിയിട്ടേക്കാണത്. ഇത് എറണാകുളത്ത് നിന്ന് മൂന്നാറിലേക്ക് വന്ന KSRTC ബസ്സാണ് കേട്ടോ. ഇന്നലെയൊക്കെ ഈ വഴി 10-20 കിലോമീറ്റർ ബ്ലോക്കായി കിടന്ന റൂട്ടാണ് കേട്ടോ ഇത്. ഇന്നലെ രാത്രി നമ്മൾ വന്നപ്പോൾ കണ്ടതല്ലേ. നമ്മളിപ്പോൾ മൂന്നാർ ടൗണിൽ നിന്നൊരു ചെറിയൊരു ഡീവിയേഷൻ എടുത്തിട്ട് എസ്റ്റേറ്റ് റോഡ് എന്ന് പറഞ്ഞ റോഡിലോട്ട് കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന എസ്റ്റേറ്റ് ലക്ഷ്മി എസ്റ്റേറ്റ് ആണ് കേട്ടോ. അത് വലിയ എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ ആണെന്നാണ് പറഞ്ഞത്. ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പോൾ നമ്മളിത് അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടുത്തെ ചെറിയൊരു ക്യാൻറ്റീനാണ് കേട്ടോ കണ്ടത്. നമ്മളെ വണ്ടിയും ആ മരവും തമ്മിലുള്ളൊരു ബാക്ക്ഗ്രൗണ്ടാണ് കേട്ടോ. കൊള്ളാമല്ലേ. നടുക്കൂടെ ഒരു അരുവി ഒഴുകുന്നുണ്ടോ. അത് നല്ല രസമുണ്ടല്ലേ കാണാൻ. പശുക്കളൊക്കെ ഇന്ന് മേയുന്നുണ്ട്. പിന്നെ ഇവിടെ മറ്റേ അവരുടെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ തേയിലത്തോട്ടവും. ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ടോ അവിടെ, വണ്ടിയൊക്കെ കഴുകാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. ആ ഒരു ഫ്രെയിം നോക്ക്. ആ കുന്ന് കണ്ടിട്ട് ഒരു കൊച്ചു കറക്കം മുട്ടയടിച്ച് ഇരിക്കുന്ന പോലെ ഇല്ലേ, നല്ല ഷേപ്പിലിരിക്കുന്ന കണ്ടോ. ഈ ഭാഗത്ത് നല്ല നല്ല ഭംഗിക്കാണ് കേട്ടോ ഈ തേയിലയൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ട് ജീപ്പ് സഫാരിയൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ആൾക്കാരാണ് ഈ ഇറങ്ങി നടക്കുന്നത്. ഇനാഗ്രേറ്റഡ് ബൈ മിസ്റ്റർ എൻ ഡിയോഗൺ. മാർച്ച് 6, 1991 കേട്ടോ ഇത് ഇനാഗ്രേറ്റ് ഒക്കെ ചെയ്തത്. നല്ല ഭംഗിക്കാണ് ഒരു എന്താ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് കേട്ടോ. നല്ല കിടിലം സ്ഥലം. തേയിലത്തോട്ടത്തിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ടിൽ ആ കുന്നും മലയും കൂടെ എല്ലാം കൂടെ ആയപ്പോൾ നല്ല രസമുണ്ടല്ലേ അത് കാണാനായിട്ട്. ഓ, മുള്ളംപന്നി. ഈ കിടക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ? മുള്ളംപന്നിയുടെ മുള്ളാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇന്നലെ രാത്രി വല്ല യുദ്ധത്തിൻ്റെ ഇടയിലും കൊഴിഞ്ഞു പോയതായിരിക്കും. നമുക്ക് എവിടെ നോക്കിയാലും നല്ല ഫ്രെയിംസ് ഉള്ള സ്ഥലങ്ങളാണ് കേട്ടോ. ചെറിയ രീതിക്ക് തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ആ വെയിലിൻ്റെ കാഠിന്യം അങ്ങനെ അറിയുന്നില്ല. അത്യാവശ്യം നല്ലൊരു ചില്ല് ക്ലൈമറ്റാണിപ്പോൾ. ഇനി അങ്ങോട്ട് എന്തൊക്കെ ഉണ്ടോ? ഇത് കുറെ കാണാനുണ്ട്. ഇങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഫുള്ള് തേയിലത്തോട്ടവും. നമുക്ക് തിരിക്കാല്ലേ?
ഞങ്ങളിത് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കയറിയതാണ് കേട്ടോ, ലക്ഷ്മി എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതങ്ങ് പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ് ഏക്കർ കണക്കിന്. ഇനിയും പോയാൽ നമുക്ക് ഇഷ്ടം പോലെ വ്യൂവും കാര്യങ്ങളൊക്കെ കാണാം. ഇപ്പോൾ നമുക്കിനിയിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. നമ്മളങ്ങനെ തിരിച്ച് മൂന്നാർ ടൗണിലോട്ട് എത്തി. ഇനിയിപ്പോൾ നേരെ ഗ്യാപ്പ് റോഡ് ലക്ഷ്യമാക്കിയുള്ള യാത്രയാണ്. അപ്പോൾ ഇത്രയും നേരം ആ പൊട്ടിപ്പൊളഞ്ഞ റോഡിൽ കൂടെ ഓടിച്ചിട്ട് കൈയും കാലും ഒക്കെ വേദന എടുക്കുമായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് ഒരു ചെറിയൊരു ആശ്വാസം കിട്ടിയത്. ഇവിടുത്തെ ടോൾ പ്ലാസയാണ് കേട്ടോ. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ബൈക്കിൽ വരുന്നതുകൊണ്ടുള്ള ആകെയുള്ള ഗുണം ഇതാണ്, ടോള് കൊടുക്കണ്ട. ഇവിടെ നിന്നുള്ള വ്യൂ ഒന്നും ഒരു രക്ഷയില്ല കേട്ടോ. ഞങ്ങൾ ഏതെങ്കിലും ഒരു തിരക്കില്ലാത്ത ചായക്കട ഇങ്ങനെ നോക്കി നടക്കുകയാണ്. ഇത് കിട്ടുമോ ഇല്ലെന്ന് അറിഞ്ഞൂടാ, പക്ഷെ നിർത്താൻ തോന്നുന്നില്ല. അതാണ് മെയിൻ കാര്യം. ഇങ്ങനെ ഓടിച്ചിങ്ങനെ പോകാനാണ് തോന്നുന്നത്. നമുക്ക് ഇവിടുന്ന് ചായ ഓടിച്ചിട്ട് പോകാം. ആ എന്താ രസം, നോക്കിയേ. നമുക്ക് കോട മൂവ് ചെയ്യുന്നുണ്ടോ, കാണുന്ന വഴിയുണ്ടോ? അതുവഴി നമ്മളിങ്ങനെ കറങ്ങി ആണ് ഇവിടം വരെ എത്തിയത്. ഞങ്ങൾ വന്നതിന് ശേഷം ഇവിടെ ഭയങ്കര തിരക്കായി. എന്തായാലും ചേച്ചിക്ക് നല്ലൊരു കച്ചവടം കിട്ടി. പെരിയകാലം വെള്ളച്ചാട്ടം കൊള്ളാം കേട്ടോ. ഓ, ഇവിടെ കുളിക്കാനുള്ള പരിപാടിയൊന്നുമില്ല, ജസ്റ്റ് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കാം, അതൊക്കെ ഉള്ളൂ. നല്ല പാല് പോലെ ഒഴുകി വരുന്നുണ്ടോ. എങ്ങോട്ട്? ഒരു ഫ്രെയിം കിടിലോ അല്ലേ, നോക്കിയേ. ദൂരെ നിന്ന് ആ വെള്ളച്ചാട്ടം കാണുന്നുണ്ടോ? അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ റൈറ്റ് തിരിഞ്ഞാൽ കൊളുക്കുമല പോവാം. അങ്ങനെയെങ്കിൽ നമുക്ക് കൊളുക്കുമലയും കൂടെ കണ്ടിട്ട് തിരിച്ചു പോവാം. കാണേണ്ടതൊക്കെ കണ്ടിട്ട് പോകാം. 20 കിലോമീറ്റർ ഉണ്ടോ? പെട്രോൾ ഉണ്ടല്ലോ, എങ്കിൽ പോവാം. വാ. പൂപ്പാറ 6 കിലോമീറ്റർ, കൊളുക്കുമല 20 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഇവിടുന്ന്. ഉച്ച കഴിയുമ്പോഴത്തേക്കും മഴയ്ക്കുള്ള സാധ്യത നമുക്ക് കൂടുതലാണ്. ഇരുണ്ട് കയറി വരുന്നുണ്ട്. ഏത് സമയത്ത് വേണമെങ്കിലും നമുക്കൊരു മഴ പ്രതീക്ഷിക്കാം. ഫാത്തിമ മാത ഹൈസ്കൂൾ, ചിന്നക്കനാൽ. നമ്മൾ ചിന്നക്കനാൽ എത്തി കേട്ടോ. എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് സൂര്യനെല്ലി വരെ? 5 എങ്കിൽ പോവാം. രാവിലെ 4:30 പോകണം. 4:30 500 ഉള്ളൂ അല്ലേ? നമുക്ക് അടുത്ത കൊളുക്കുമലയ്ക്ക് വേണ്ടിട്ട് മാത്രം പറയുകയാണെങ്കിൽ. ഓ ഓക്കെ. നമ്പർ തരുമോ? നമുക്ക് ബൈക്കിൽ എവിടം വരെ പോകാൻ പറ്റും ചേട്ടാ? 3 കിലോമീറ്റർ സൂര്യനെല്ലി ടൗൺ വരെ പോയിട്ട് തിരിച്ച് ഒന്നുമില്ല. രാവിലെ പോയിട്ട് വന്നു. നമ്മൾ അടുത്ത് പ്ലാൻ ചെയ്തിട്ട് വരാം. അപ്പം ഞാൻ വിളിക്കാം ഇടയ്ക്ക് എന്തായിരുന്നാലും. ഇതാണല്ലേ അവിടെ നിന്നുള്ള വ്യൂ. നമുക്കിപ്പോൾ സൂര്യനെല്ലി ടൗൺ വരെ പോകാനുള്ള ഇത് പെർമിഷനേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ജീപ്പിലേ പോകാൻ പറ്റുള്ളൂ മുകളിലോട്ടൊക്കെ. 3000 രൂപയാണ് കേട്ടോ ജീപ്പ് റൈഡിന്. അതിപ്പോൾ ഞങ്ങൾ 2 പേരും കൂടെ പോയാൽ നഷ്ടമാണ്. ഒരു 4-5 പേരൊക്കെ ആയിട്ട് വന്നാൽ അത് നല്ല ലാഭമായിരിക്കും. ആ ജീപ്പാണ് കേട്ടോ ചേട്ടൻ്റെ. പിന്നെ അല്ലാതെ നമുക്ക് അടുത്ത് ഇങ്ങോട്ടായിട്ട് വരാം. അടുത്ത് ഇങ്ങനെ വല്ലതും പ്ലാൻ ചെയ്ത് വന്നിട്ട് കാര്യം. ഇത് വെളുപ്പിന് 4:30 കയറി പോകാം. ഈ അരിക്കൊമ്പനെ തുറന്നു കിട്ടത് ഇവിടെ അല്ലേ? ഓക്കെ. ഇതാണ് ഇപ്പോൾ റോഡ്, ചിന്നക്കനാൽ സിംഗുകണ്ടം റോഡ്. നമുക്ക് ദൂരെ ഒരു റിസർവയർ കാണാം കേട്ടോ. പേര് എനിക്കറിയത്തില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ടോ അവിടെ കാണാനായിട്ട്. അവിടെ ഒരാളിരുന്ന് ചൂണ്ടയിടുന്നുണ്ട് കേട്ടോ. കുറേ പേരുണ്ടോ? വണ്ടിയുടെ ആവറേജ് മൈലേജ് കാണിക്കുന്നത് കണ്ടോ? 50. വണ്ടിക്ക് ഭ്രാന്തായതാണോ ഇനി എനിക്ക് ഭ്രാന്തായതാണോ? എന്തായാലും അതിപ്പോൾ ലാഭമല്ലോ. ഇനി സർവീസിന് കൊടുത്തപ്പോൾ മറ്റേ പ്ലാറ്റിനയുടെ എഞ്ചിൻ വല്ലതും എടുത്ത് വെച്ചോന്ന് തോന്നുന്നു. അത് എന്തായാലും കാണാത്ത പോലെ ഇരിക്കാം. ഇനി ചിലപ്പം കുറഞ്ഞാലോ.
എന്നെ ചൊല്ലിട്ടെ ഓ എനിക്ക് പോവാം. അപ്പോൾ ഇനി അങ്ങോട്ട് പോയാൽ പ്രത്യേകിച്ച് കാണാനും ഒന്നുമില്ല, നമുക്ക് തിരിച്ചു പോവാം. ഈ ഭാഗത്തുനിന്ന് എവിടുന്നോ ആണ് അരിക്കൊമ്പനെ പിടിച്ചോണ്ട് പോയത്. ആ റോഡിൽ നിന്ന് നേരെ മെയിൻ റോഡിലോട്ട് വന്ന് കയറിയിരിക്കാനാട്ടോ. ദൂരെ കണ്ട ഒരു റിസർവയറിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു. പക്ഷേ കോടം മൂടി കിടക്കുന്നതുകൊണ്ട് ക്ലിയർ ആയിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. നമ്മൾ മുകളിൽ നിന്ന് കണ്ട റിസർവയറിൻ്റെ സംഭവമാണ് കേട്ടോ. ഇത് ഭംഗിയല്ലേ ഇത് കാണാനായിട്ട്, ഒരു രക്ഷയില്ല. വഴി കയറി നിൽക്കുന്ന എന്തിനാണ്? My God. ഓ, ഇവിടെ മറ്റേ ആനയിറങ്കൽ ഡാമാണ് കേട്ടോ. ഇവിടെ മുന്നറിയിപ്പും ബോർഡും ഒക്കെ വെച്ചിട്ടുണ്ട്. ഡാമിൻ്റെ മുകളിലൂടെയുള്ള ഭാരവാഹനങ്ങളുടെ ഗതാഗതം നിരോധിച്ചിരിക്കുന്നു. ഇങ്ങനത്തെ റോഡ് വഴി ഈ വണ്ടി കൊണ്ട് ഓടിക്കുമ്പോഴാണ് ബോഡി പെട്ടെന്ന് വീക്കാവുന്നത്. മറ്റേ ഹൈവേ ആണെങ്കിൽ ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് ദൂരത്തെ വെള്ളമൊക്കെ കാണാം. ഇതാണ് കേട്ടോ ഇവിടെ ചെക്ക് പോസ്റ്റ്. താഴോട്ട് വണ്ടിയും കാര്യങ്ങളൊന്നും എടുത്തില്ല, നമുക്ക് നടന്നു പോകേണ്ടി വരും. ആ കാണുന്നതാണ് ഡാം. ബൈക്ക് വിടത്തില്ല എൻ്റെ മോളിൽ കൂടെ. പക്ഷേ എങ്കിൽ നൈസായിരുന്നു. ഇവിടെ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. KCBയുടെ ആണ് കേട്ടോ. ആനക്കൂട്ടങ്ങളൊക്കെ വെള്ളം കുടിക്കാൻ വരുന്നൊരു സ്പോട്ട് കൂടെയാണ് കേട്ടോ അത്. ഇനി അതുകൊണ്ടായിരിക്കാം ആനയിറങ്കൽ ഡാം എന്ന് പേര് വന്നത്. ഡോൾഫിനോ? അതെവിടെ നിന്ന് വന്നേ? പന്നിയാർ ജലവൈദ്യുത പദ്ധതി. ഓ, അതിൻ്റെ കീഴിലുള്ളതാണ് കേട്ടോ ഇത്. ഇത് കുറേ സിനിമ ലൊക്കേഷനുള്ള സ്ഥലമാണെന്ന് തോന്നുന്നത്. ഇതൊക്കെ കണ്ട ഒരു പരിചയമുണ്ട് ഏതൊക്കെയോ സിനിമയിൽ. ചീഫ് എഞ്ചിനീയേഴ്സും അസിസ്റ്റൻറ്റ് എഞ്ചിനീയേഴ്സിൻ്റെ ഒക്കെ പേരാണ് അത് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. ഇങ്ങോട്ടൊക്കെ നല്ല ആഴം ഉണ്ടായിരിക്കും കേട്ടോ. അയ്യോ, ഇതോരോ ഘട്ടം ഘട്ടമായിട്ടാണ് കേട്ടോ പോകുന്നത്. ആദ്യം ഇവിടെ നിറഞ്ഞ് അപ്പുറത്തൊഴിഞ്ഞ് അതും നിറഞ്ഞ് പിന്നെ വെളിയിലോട്ട് പോകും. 3 ഷട്ടറും പൊക്കി വെച്ചേക്കുവാണെന്ന് തോന്നുന്നു കേട്ടോ. 3 സൈഡിൽ നിന്ന് വെള്ളമുണ്ട്. ഈ കുട്ടിക്കാവാടം തുറന്ന് നമുക്ക് വെളിയിലോട്ട് പോകാനുള്ള സ്കോപ്പൊക്കെ ഉണ്ട്. പക്ഷെ പോയാൽ ഒരു വെടിവെച്ചിടും. ഇങ്ങനെയൊന്നും പൊക്കൂടാ. അങ്ങ് ദൂരെ ബോട്ടിംഗ് ഒക്കെ നടക്കുന്ന കാണാം കേട്ടോ. എനിക്ക് തോന്നുന്നത് ഏതോ റിസോർട്ടിൻ്റെ ഇതൊക്കെയാണെന്ന് തോന്നുന്നു. എനിക്ക് പെഡൽ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് അവിടെ. നല്ല കീഴിലും വെയിലാണ് കേട്ടോ. മലയുടെ മുകളിൽ നിന്നൊക്കെ താഴോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും നല്ലതായിട്ട് വെയിലറിയുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഈ ആനയിറങ്കൽ ഡാം 1965 കേട്ടോ ഇത് കൺസ്ട്രക്ട് ചെയ്തത്. മെയിനായിട്ട് ഈ ഡാം ബിൽഡ് ചെയ്തേക്കുന്നത് ഇറിഗേഷൻ പർപ്പസ് വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ കാണുന്ന നദിയുടെ പേര് പന്നിയാർ റിവർ എന്നാണ് കേട്ടോ. അതിന് കുറുകെയാണ് ഈ ഡാം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് പോകുന്ന വെള്ളം നമ്മുടെ കൂത്തുങ്കൽ ഡാമും പൊന്മുടി ഡാമിലോട്ടാണ് ഇവിടുന്ന് തുറന്നു വിട്ട വെള്ളം നേരെ എത്തുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ടാണ് കറണ്ടും കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏകദേശം നമ്മുടെ ഡാമിന് 60 വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ. 1965 പണിതല്ലേ. അപ്പോൾ അതൊക്കെ തന്നെയാണ് വിക്കിപീഡിയ നോക്കി ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഈ ഡാമിനെ പറ്റി. ഇപ്പം നല്ല തിരക്കായ കേട്ടോ. കുറേ വണ്ടികൾ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് നല്ല തിരക്കായിരിക്കും. ചേച്ചി ഫുള്ള് നമ്മളീ പോകുന്ന വഴിക്കാണ് കേട്ടോ ചതുരംഗപ്പാറ എന്ന് പറഞ്ഞ സ്ഥലം. അത്യാവശ്യം നല്ല കാറ്റ് ഒക്കെ വീശുന്ന ഒരു കിടിലൻ സ്ഥലമാണ് കേട്ടോ. സോ ഗൈസ്, നമ്മൾ റോഡിൽ നിന്ന് ചതുരംഗപ്പാറയിലേക്കുള്ള വഴിയിലോട്ട് കയറിയിരിക്കുകയാണ് കേട്ടോ. ഈ റോഡ് നമുക്ക് ഏകദേശം ഒരു 1 കിലോമീറ്ററോളം ഉണ്ട് ടോപ്പിലെത്താനായിട്ട്.
ഓ അപ്പോൾ ഇവിടുന്ന് 2 റൂട്ടുണ്ട്. ചതുരംഗപ്പാറ വ്യൂ പോയിൻ്റ് താഴോട്ടാണ് കേട്ടോ. ഇവിടുന്ന് ജീപ്പ് സഫാരിയൊക്കെയാണ് കേട്ടോ അങ്ങോട്ട്. ഈ ഒന്ന് നമ്മുടെ വണ്ടിയിലും പോകാൻ തോന്നുന്നത്. ഒരു കാറ് പോകുന്നുണ്ട്. എന്തായാലും ബൈക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം. അങ്ങ് ടോപ്പ് കണ്ടോ, അവിടം വരെ പോകാം നമുക്ക്. അപ്പോൾ അധികം വെയിലും കാര്യങ്ങളൊന്നും ഇല്ല. നോക്കാം നമുക്ക് അവിടെ ചെന്നിട്ട് നല്ലൊരു ക്ലൈമറ്റ് കിട്ടുമോ ഇല്ലയോ. ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ വന്നു കേട്ടോ ഇങ്ങോട്ട് കയറിയപ്പോൾ. നമ്മൾ വരാട്ടുമേട് പോയൊരു ഫീലുണ്ട്. കയറോടാ, കയറോ. നമ്മളങ്ങനെ ടോപ്പിലെത്തി കേട്ടോ. ഒരു ചോരത്തളപ്പിൻ്റെ പുറത്ത് ഇങ്ങോട്ട് കയറി വന്നു. ഇനി ഇറങ്ങി പോകുന്ന കാര്യം നോക്കാം. രക്ഷയില്ലല്ലേ, കിടിലം വ്യൂ. നമ്മളൊരു വിൻമീലിൻ്റെ തൊട്ട് താഴെയാണ് കേട്ടോ നിൽക്കുന്നത്. സാധാരണ നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോൾ ഒരു ചെറിയൊരു സാധനം കിടന്ന് കറങ്ങുന്നല്ലേ തോന്നുള്ളൂ. ഇത് അടിച്ചു പോയതാണ് കേട്ടോ, അത് വർക്കാവുന്നില്ല. ചെറിയ രീതിക്കുള്ള കാറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. നമ്മൾ വന്ന സമയത്ത് വെയിലില്ലായിരുന്നു, ഇപ്പോൾ ഇതാ വെയിൽ വന്നു. പരുന്താണെന്ന് തോന്നുന്നു കേട്ടോ, അത് ബാലൻസ് ചെയ്ത് നിൽക്കുവാണ്. ഓക്കെ, ദൂരെ നമുക്ക് തമിഴ്നാടിൻ്റെ കുറേ സ്ഥലങ്ങൾ കാണാം കേട്ടോ. കുറേ നെൽപ്പാടങ്ങളും കുറേ വീടും കാര്യങ്ങളും ഒക്കെ. ഇപ്പോൾ അത് നല്ലതായിട്ട് കാറ്റടിക്കുന്നുണ്ട്. മഴ സമയത്തൊക്കെ വന്നാൽ നല്ല പൊളി ക്ലൈമറ്റ് ആയിരിക്കും കേട്ടോ, തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇതാണ് കേട്ടോ ഏറ്റവും ടോപ്പ് വ്യൂ. ഭയങ്കര സൈലൻസ് ഉള്ള സ്ഥലം കേട്ടോ, ഭയങ്കര നിശബ്ദത. ഗൈസ്, നമ്മളിപ്പോൾ തമിഴ്നാട്ടിൽ നിൽക്കുകയാണ് കേട്ടോ. ബോർഡറിൻ്റെ തൊട്ടടുത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. കുന്നിറങ്ങാൻ പോവാണ്, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഓ, രക്ഷയില്ലല്ലേ, വ്യൂ ഒന്നും രക്ഷയില്ല. എത്രയും കയറി വന്നാലും നമുക്ക് നഷ്ടമൊന്നുമില്ല. ഞാനിപ്പോൾ റിയർ ABS ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. അല്ലെങ്കിൽ നമുക്ക് ബ്രേക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ കിട്ടത്തില്ല. ഫ്രണ്ട് ഇടയ്ക്ക് ABS കിക്കായിട്ട് ബ്രേക്ക് കിട്ടാതിരിക്കുന്നുണ്ട് കേട്ടോ. ടയർ അത്യാവശ്യം നല്ല ഗ്രിപ്പുള്ളതാണ് കേട്ടോ, അതുകൊണ്ട്
എനിക്ക് നല്ല കോൺഫിഡൻസ് ആണ് ഇതുവഴിയൊക്കെ പോകാനായിട്ട്. വെറ്റ് ഗ്രിപ്പ് മാത്രം കുറച്ച് പോരാമായിട്ട് തോന്നിയിട്ടുണ്ട്. കാറൊന്നും അങ്ങോട്ട് നോക്കണ്ട കേട്ടോ, കാർ അത് ഇവിടം വരെ എങ്ങാണ്ട് വരും. ഇവിടെയൊക്കെ പാർക്ക് ചെയ്ത് വെച്ചിട്ട് നടന്ന് കയറേണ്ടി വരും. A few moments later. അപ്പോൾ നമ്മൾ ചെറുകപ്പാറയിൽ നിന്ന് ഇറങ്ങി നേരെ കുമളി ഹൈവേയിലോട്ട് വന്ന് കയറിയിരിക്കുകയാണ്. ഇവിടുന്ന് ഏകദേശം ഇനി 186 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് പോകുന്നത് കൊല്ലത്താണ്. കൊല്ലത്ത് എനിക്കൊരു ആളെ കാണാനുണ്ട്. ചേട്ടാ എങ്കിൽ പോയിട്ട് വരാം. ഓക്കെ. അതാ ഈ ഹോട്ടലിൽ നിന്നാണ് കേട്ടോ ഞങ്ങൾ ഊണ് കഴിച്ചത്. 330 രൂപയായിട്ടുള്ളൂ. ഒരു പ്ലേറ്റ് ബീഫ്, ഒരു ഫിഷ് ഫ്രൈ, 2 ഊണ്, ഇഷ്ടംപോലെ കറികളും. ഇവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റാണ് പോകാനുള്ളത്. നമ്മൾ ഏകദേശം കുട്ടിക്കാനം എത്താറായി കേട്ടോ. നമ്മളിനി കറങ്ങി ഇത് ആ കാണുന്ന മലയുടെ മുകളിൽ കൂടെയാണ് പോകാൻ പോകുന്നത്. ഇങ്ങനെ കറങ്ങി അതുവഴി അവിടെ എത്തും. നമുക്ക് ഇവിടുന്ന് ചെയിൻ ലൂബ് വാങ്ങിച്ചിട്ട് പോകാം ഗൈസ്. മറ്റേ മോട്ടീവുള്ളേ കാണോ? അങ്ങനെ ചെയിൻ ലൂബും കാര്യങ്ങളൊക്കെ അടിച്ചു. ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. 2 വണ്ടിയിലും അടിച്ചു. ട്രിമ്മിലൊക്കെ ആയി, എന്നാലും കുഴപ്പമില്ല. നമ്മളിപ്പം ഏലപ്പാറ കഴിഞ്ഞിട്ട് ഹൈ റേഞ്ചിൻ്റെ അവിടെ നിൽക്കുകയാണ് കേട്ടോ. ലൂബ് അടിച്ചപ്പോൾ വണ്ടി ചെറുതായിട്ടൊന്ന് ലൂസായി കേട്ടോ. ചില നേരം കുറച്ച് എന്താ പറയുക റഫായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2 പേരും എന്തായാലും അടൂർ വരെ ഒരുമിച്ചായിരിക്കും. അത് കഴിഞ്ഞിട്ട് അടൂരിൽ നിന്ന് ഇവൻ തിരുവനന്തപുരത്തിന് പോകും, ഞാൻ നേരെ കൊല്ലത്തിന് പോകും. നമ്മളങ്ങനെ അതാ കുട്ടിക്കാനം എത്തിയിരിക്കുകയാണ് കേട്ടോ. സമയം 5:30 അയ്യപ്പന്മാരുടെ തിരക്കാണ് കേട്ടോ. ഭയങ്കര തിരക്കാണ്. ഒരു സൈഡ് മാത്രമേ വണ്ടി വിടുന്നുള്ളൂ. ഈ അയ്യപ്പന്മാർ റോഡിന് നടുക്കൂടെ കേട്ടോ നടക്കുന്നത്. ഫോൺ അടിച്ചാലും മാറത്തില്ല. പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ നടന്നാൽ വീണ്ടും ഓക്കെ. ഇത് സെൽഫി എടുത്ത് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ആ തിരക്കിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഇനി എനിക്ക് 75 കിലോമീറ്ററോളം ഉണ്ട്. അവന് 140 കിലോമീറ്റർ ഉണ്ട്. മഴ ചെറുതായിട്ട് ചാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ടൊക്കെ മഴയാണെന്ന് അവിടുത്തെ ചേട്ടൻ പറഞ്ഞായിരുന്നു. One eternity later. അങ്ങനെ നമ്മളിതാ അടൂർ ബൈപ്പാസും കഴിഞ്ഞതാ മുമ്പോട്ട് വന്ന് നിൽക്കണം കേട്ടോ. ഇനി നമ്മുടെ സജിൻ നേരെ പോവും. ഞാൻ ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് കൊല്ലത്തോട്ട് പോവും. ഇറ്റ് വാസ് എ നൈസ് ജേണി. നമുക്ക് നാളെ കാണാം. എനിക്ക് പോയിട്ടോ, സൂക്ഷിച്ചോ. എത്തിയിട്ട് മെസ്സേജ് അയക്കേ. ഓക്കെ, ബൈ ബൈ. സമയം 7:54 കേട്ടോ. 8 മണിയായി. അങ്ങനെ ഒരുവിധം വീടെത്തി ഗൈസ്. എൻ്റെ വണ്ടി ഫുള്ളും ചെളിയാണ്. ഫുൾ മഴയും ചെളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സോ ഗൈസ്, അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയുക. സോ ദിസ് മീ സോൾ വണ്ടർ സൈനിങ് ഓഫ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.